നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1-ന് 10 തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും സ്വയം ചാമ്പലാകാൻ വഴിവെച്ചിട്ട് ഇറാൻ സമ്മതം മൂളുന്നത് കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ള. അതെ 200 റോക്കറ്റുകൾ അയച്ച് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ച് വെല്ലുവിളിച്ച് യുദ്ധരംഗത്തേക്കിറക്കിയ ഹിസ്ബുള്ള ബങ്കറുകളിൽ 3000 റോക്കറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വടക്കൻ ഇസ്രയേലിലെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങുകയാണ്. 100-ലധികം വിദഗ്ധരും ഇസ്രയേലി മുൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഹെർസ്ലിയയിലെ റിച്ച്മാൻ യൂണിവേഴ്സിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിലെ റിപ്പോർട്ടിൽ ചില രഹസ്യ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹിസ്ബുള്ള പ്രതിദിനം 2500 മുതൽ 3000 വരെ മിസൈലുകൾ തൊടുത്തു വിടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. 2006-ലെ നിരക്കിന്റെ 25 മടങ്ങായിരിക്കും 3 ആഴ്ച കൊണ്ട് പ്രയോഗിക്കുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരിക്കും അത്. കടൽ തീരത്തുള്ള അമേരിക്കൻ ഡിസ്ട്രോയറുകൾ വലിയ മിസൈലുകൾ പുറത്തെടുത്താൽ പോലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും നിർജീവമാകും. അത് കനത്ത നാശങ്ങൾക്കിടയാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബങ്കറുകളിൽ വലിയ തോതിൽ റോക്കറ്റുകൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇറാൻ സമ്മതം കൊടുത്താൽ അവരത് പ്രയോഗിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അതിശക്തമായി ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആണവായുധം പ്രയോഗിക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയേക്കുമോ എന്ന് ഭയപ്പെടുകയാണ് ലോകരാജ്യങ്ങൾ. വമ്പൻ രാഷ്ട്രങ്ങൾ പലയിടത്തായി ചർച്ച നടത്തുകയാണ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു കിട്ടാൻ. കാരണം വലിയ ഭീതിയിലേക്കാണ് ഇപ്പോൾ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. വിപുലമായ തുരങ്ക ശൃംഖലകളിൽ ഉൾപ്പെടെയുള്ള ഗറില്ല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്തുന്നതിന് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കും എന്ന് വിരമിച്ച ലബനീസ് ജനറൽ ഖലീൽ ഹെലോ പറയുന്നു. 2006 മുതൽ 4 പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഇറാനിയൻ രൂപകൽപ്പന ചെയ്ത കാമിക്കേസ് ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി ഹിസ്ബുള്ള സ്വന്തമാക്കി എന്നതാണ്. IDFന്റെ പല ടാങ്കുകളിലും കവചിത വാഹനങ്ങളിലും ഇപ്പോൾ ടാങ്ക് വേദ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സജീവ സംരക്ഷണ സംവിധാനങ്ങളുണ്ട്. രണ്ടാമത്തേത് ഹിസ്ബുള്ളയുടെ കരസേനയുടെ വികസനമാണ്. മൂന്നാമതായി റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം സിറിയയിൽ യുദ്ധം ചെയ്ത സംഘത്തിന്റെ അനുഭവം കൂടുതൽ സ്ഫോടന ശേഷിയുള്ള പോർമുനകളുടെ മൂല്യം അവരെ പഠിപ്പിച്ചു. റോക്കറ്റുകളുടെ പെട്ടെന്നുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഹിസ്ബുള്ള ഇപ്പോൾ ചെറിയ ക്വാഡ് കോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ രഹസ്യാന്വേഷണ ഡ്രോണുകൾ അയക്കുകയും 1-2 ദിവസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായി ആക്രമിക്കാൻ ഡ്രോണുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചറുകളും സ്റ്റോക്ക് പൈലുകളും കഴിയുന്നത്ര ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുമെന്നത് ഉറപ്പാണ്. സർവശക്തിയുമെടുത്ത് ഇസ്രയേൽ പ്രതിരോധിക്കും. സർവനാശമായാൽ പോലും തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അതിന്റെ 10 മടങ്ങായി തിരിച്ചടി കൊടുക്കും ഇസ്രയേൽ. ജൂതരാഷ്ട്രം തകർക്കാൻ ആരൊക്കെ വന്നാലും ഈ ലോകം തന്നെ എതിർക്കാൻ നിന്നാലും തങ്ങൾ അതൊന്നും വകവെക്കില്ല എന്നും അവസാന ശ്വാസം വരെ പൊരുതുമെന്നും ഇസ്രയേൽ പറയുന്നു.